അമ്മ എന്ത് പണിയാ കാണിച്ചത്? വെറുതെ ഓരോന്ന് ചെയ്യാൻ നിന്നിട്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാ പോരായിരുന്നോ? ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ. അല്ല മോളെ ഞാനത് അല്ല മോളെ, ഞാനത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 6000 രൂപ വെറുതെ കിട്ടുന്നതാ. അത് ഞാൻ മുഴുവൻ അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി തന്നതല്ല. എനിക്കും ഏട്ടനും അന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ ഫ്രീ ആകില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോയതാ. നേരത്തെ അങ്ങോട്ട് വിളിച്ചു കൂട്ടി പറയണമായിരുന്നോ 6000 രൂപ ഞാൻ കൊണ്ടുവരുന്നു? അമ്മ എടുത്തു കൊടുക്കൂ അത്? അയ്യോ ഞാൻ എന്ത് അബദ്ധോ കാണിച്ചത്. സത്യം പറഞ്ഞ മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചോന്ന് ചോദിക്കണം എന്താ പറഞ്ഞെന്ന്. അല്ലെങ്കിലും ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ 6000 രൂപയാട്ടോ അവിടെ ഇടാൻ പോകുന്നതെന്ന് വല്ല ആവശ്യമുണ്ടോ? ഓരോന്ന് വരുത്തി വെച്ചിട്ട്. എന്തായാലും പറഞ്ഞത് പറഞ്ഞില്ലേ മോളെ, എന്റെ കന്നൊരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും ആ പൈസ അവിടെ കൊടുക്കാം. നമ്മളെന്താ അത്രയും വലിയ ആൾക്കാരാണോ 6000 രൂപയ്ക്ക് ഒരു ഹൗസ് വാമിങ്ങിന് കൊണ്ട് കൊടുക്കാൻ? അവരിവിടെ കല്യാണത്തിന് 700 രൂപയോ 600 അങ്ങനെ എന്തോ ഇട്ടുന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? 500. എന്നിട്ട് അവിടെ നമ്മൾ 6000 അമ്മേന്റെ പൊങ്ങച്ചം കാണിക്കാം. 2000 രൂപ തന്നെ കൂടുതലാ. വിളിച്ചു പറഞ്ഞൊന്നും തൽക്കാലം മനസ്സിൽ വെക്കണ്ട. 2000 കൊടുത്തേക്ക്. അയ്യോ ഞാൻ എങ്ങനെ അത് പറഞ്ഞു പോയില്ലേ. ഇത് എന്തത് അമ്മായിമ്മ മരുമോളും രാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നത്? വല്യച്ഛന്റെ മോളെ ഹൗസ് വാമിങ്ങിന് നമ്മൾ എത്ര രൂപ കൊടുക്കാന്ന് ഏട്ടാ പറഞ്ഞേ? 2000 രൂപ കൊടുക്കുന്നല്ലേ നമ്മള് പറഞ്ഞേ. ആ ഇപ്പൊ അമ്മ കേട്ടല്ലോ. 6000 രൂപയിലെ 2000 രൂപയാണ് കൊടുക്കാൻ പറഞ്ഞത്. ബാക്കി 4000 എല്ലാ മാസവും ഇവിടുന്ന് ഏട്ടന് കുറി അടയ്ക്കുന്നല്ലേ, അതിനു വേണ്ടി തന്നതാ. അമ്മ പറഞ്ഞിരിക്കാ 6000 ആണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടുന്ന് പൈസയായിട്ടെന്ന്. അതെന്തമ്മേ, എന്റെ കുറിന്റെ കാര്യം അമ്മ മറന്നുപോയോ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ്, പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് അടക്കി. അല്ല മോനെ, ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാണ് രണ്ടും കൂടിയിട്ട്? എന്റെ ലാഭം നീ തന്ന 6000 രൂപ മാത്രമേ ഉള്ളൂ. അല്ലെ പിന്നെ അവന്റെ അടുത്ത് മേടിച്ച് നിന്റെ കുറി അടയ്ക്കണം. എന്നൊരു കാര്യം ചെയ്, അമ്മ കൊടുക്കണ്ട. അമ്മയ്ക്ക് കൊടുക്കുമ്പോഴല്ലേ 6000 തന്നെ കൊടുക്കണമെന്ന്. ആ പൈസ ഏട്ടൻ്റെ കൊടുത്തേക്ക്. ഏട്ടാ അതൊന്ന് 2000 എടുത്ത് അമ്മയ്ക്ക് കൊടുത്താ പോരെ? ഞാൻ കൊടുക്കാം. പ്രശ്നം തീർന്നില്ലേ? അമ്മ ഒരു ഗ്ലാസ് ചായ എടുത്ത. അവള് പറഞ്ഞത് തന്നെയാണ് ശരി. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിവരക്കേട് പറ്റും. മോളോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. നിക്ക്, ഞാൻ പൈസ എടുത്തിട്ട് വരാം. 4000 നിന്റെ കയ്യിൽ തരാം, 2000 എന്റെ കയ്യിൽ തരാം. അതവിടെ കൊണ്ട് കൊടുത്താൽ മതി. 27 വെക്കാം അല്ലേ? 27 എന്നാ പിന്നെ ബന്ധുക്കാരനെയൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. വെക്കേഷൻ അല്ലേ, എല്ലാവരും കൂടി അങ്ങ് വരും. അപ്പന് വല്ല ഒരു ട്രാവലറോ എന്തെങ്കിലും പിടിച്ചിട്ട് ഒന്നിച്ചങ്ങ് പോകാൻ. അതെ, ഒരു രസമായിരിക്കും അത്. തീരുമാനിക്കാൻ വരട്ടെ. ഞാൻ ഇളയ മരുമോളിൽ നിന്ന് വിളിക്കട്ടെ. അവൾക്കാണെങ്കിലേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങ് അറിയും. നമ്മൾ തീരുമാനം എടുത്തിട്ടേ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയാലോ, അത് ചെറിയ പിള്ളേരല്ലേ, നല്ല അറിവും ഉണ്ട് അതുകൾക്ക്. ഞാൻ വിളിക്കാം. ഒന്ന് വിളിക്കട്ടെ വേഗം. ഹലോ മോളെ, പിന്നെ അച്ഛൻ പറയുന്നു 27 പോകാന്നുള്ളത്. ഇല്ല, മോള് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ടേ, മോൾ ഇങ്ങോട്ട് വരുമോ? ഓ എന്നാ പിന്നെ അമ്മയ്ക്ക് സന്തോഷമായി. ശരി എന്നാ, ശരി എന്നാ. ഓക്കെ, മോളെ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ. ഇതിപ്പോ ഏപ്രിൽ 28, 29, 30, മെയ് 1, 2, 3, 4 ഈ ഡേറ്റ് ശരിയാവില്ല അച്ഛാ. അതെന്താ മോളെ? അത് ഞാൻ പറഞ്ഞില്ല. എന്റെ അച്ഛനമ്മയും മറ്റന്നാള് ഹൈദരാബാദ് പോവുക ഏട്ടന്റെ അടുത്തേക്ക്. പിന്നെ അവരൊരു 6-ാം തീയതി തിരിച്ചു വരൂ. പിന്നെ 7, 8 കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. റെസ്റ്റ് എടുത്തോട്ടെ. ഞാൻ വിചാരിച്ചതേ നമ്മുടെ ഈ പരിപാടിക്ക് അവരെയും കൂട്ടണമെന്നാ. ഇപ്പൊ ഹൈദരാബാദ് പോയതിന്റെ ക്ഷീണവും പിന്നെ എല്ലാം കൂടിയായിട്ട് ഉറക്കച്ചടവും ഒക്കെ കൂടിയായിട്ട് അവർക്കൊന്നും മര്യാദയ്ക്ക് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് മെയ് 10 നമുക്ക് പ്രോഗ്രാം മാറ്റാം. അതുപോലെ ഞായറാഴ്ചയാണ്, എല്ലാവരും ഫ്രീ, ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ലേ. അതല്ലേ നല്ലേ? അത് നല്ല ദിവസാ. ഞാൻ അപ്പളേ പറഞ്ഞതാ മോള് പോലെ തീരുമാനിക്കാൻ. അത് നിങ്ങളെപ്പോ പറഞ്ഞു കേട്ടോ മോളെ? അച്ഛൻ പറഞ്ഞത് എന്താ അറിയോ, 27-ാം തീയതി തീരുമാനിക്കാന്ന്. അപ്പൊ ഞാനാ പറഞ്ഞത് മോള് വരട്ടെ, മോള് കുറച്ചും കൂടി സ്മാർട്ടാണ്, അവള് വന്ന ശേഷം തീരുമാനിക്കാന്ന്. എന്നാ പിന്നെ സമയം കളയാൻ നിൽക്കണ്ട, റിലേറ്റീവ്സിനെയൊക്കെ അറിയിക്കാമേ.
എല്ലാവർക്കും ഒരുങ്ങാനൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ അറിയിക്കാം. എന്റെ മരുമോള് ഫിക്സ് ചെയ്ത ഡേറ്റ് ആണെന്നും കൂടി പറയണം എനിക്ക്. അപ്പൊ മോള് തീരുമാനിച്ച ഡേറ്റ് ഫിക്സ് ചെയ്തു നമ്മള്. അല്ല, ഇനി 10-ാം തീയതി ആർക്കെങ്കിലും വരാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? എന്ത് ബുദ്ധിമുട്ട്? എന്റെ മോള് തീരുമാനിച്ചതല്ലേ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ വരണ്ട. എന്നാ പിന്നെ സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ. അവിടെ അമ്മ കാത്തു നിൽക്കുന്നുണ്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ഹൈദരാബാദിലേക്ക് പോകാനുള്ളതല്ലേ. ഇതെന്താ വന്നതും പോകാൻ നിൽക്കുന്നത്? നാളെ പോയാ പോരെ മോളെ? ഇതിപ്പോ ഷോപ്പിങ്ങിന് പറഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ പോയിട്ട്? അയ്യോ, അത് പറ്റില്ലമ്മേ. ഷോപ്പിങ്ങിന് പോയിട്ട് ആകെ കുറച്ച് ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്തൊക്കെയോ മേക്കപ്പ് സെറ്റ് വാങ്ങണം, ബാഗ് വാങ്ങണം, ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ പിന്നെ ഡ്രസ്സ് വാങ്ങാൻ പോയ കൂട്ടത്തില് 2-3 സാരി അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്, അച്ഛനൊരു മുണ്ടും. അത് ഞാൻ പറഞ്ഞതാ മോളെ അച്ഛൻ്റെ അടുത്ത്. മോള് ഡ്രസ്സ് എടുക്കുമ്പോ നമുക്കും കൂടി എന്തായാലും വാങ്ങുന്നുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ വില കുറഞ്ഞ് കിട്ടിയപ്പോ എടുത്തതാ. 300 രൂപയായിട്ടുള്ളൂ അവന്റെ ഓരോ സാരിക്കും. പിന്നെ അച്ഛനൊരു 350 രൂപയും ഉണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? എന്റെ മോള് 300ന്റെ വാങ്ങിയാലും അത് 3000ന്റെ മതിപ്പുണ്ടാകുന്ന അമ്മയ്ക്ക് നല്ല പോലെ അറിയാം. എന്നാൽ ഈ പരിപാടിക്ക് ഞാൻ അതേ ഇടും. പിന്നെ നിങ്ങൾ അതിലിട്ടാ മതി കേട്ടോ. നീ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കും, അത് പെട്ടെന്ന് പോണ്ടേ. അമ്മ എന്നാ കഴിക്കാൻ എടുക്ക്, നല്ല വിശപ്പുണ്ട്. ആ, ഞാൻ ഇപ്പൊ എടുത്തു വെക്കാം മോളെ. ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് പാത്രമെങ്കിലും അമ്മയ്ക്ക് കഴുകി വെച്ചൂടെ? ഞാൻ ഈ ജോലി ചെയ്ത് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണം. ഈ അടുക്കളയെങ്കിലും ഒന്ന് വൃത്തിയാക്കിക്കൂടെ അമ്മേ? അതിനാരുണ്ട് ഇവിടെ ഇതൊക്കെ ചെയ്യേ? നീ അവിടേക്ക് മലം മറിക്കുന്ന പണിയൊന്നും അല്ലാലോ. വെറുതെ ഓഫീസിൽ പോയി രാവിലെ തുടങ്ങി വൈകുന്നേരം ഇരുന്നിട്ട് വരികയല്ലേ. എന്നിട്ട് കഴുകിയിട്ട് വേഗം അച്ഛൻ ചായ ഉണ്ടാക്കി കൊടുക്കും. എന്തമ്മ ഇങ്ങനെ പറയുന്നേ? വെറുതെ ഇരുന്ന് ആരെങ്കിലും നമുക്ക് ശമ്പളം തരുമോ? കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാ വരുന്നേ. വന്നിട്ട് ഇവിടുത്തെ പണിയും കൂടി ആകുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ആവുന്നില്ല, അതുകൊണ്ട് പറഞ്ഞത്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ട് അവിടെ പണിക്ക് നിർത്ത്. എന്നാ പിന്നെ നീ വരുമ്പോഴേക്കും ചോറും ചായയും എല്ലാം വെച്ച് നിന്റെ അടുത്ത് കൊണ്ട് തരും. വെറുതെ വർത്തമാനം പറയുന്നവള്. പിന്നെ അരി വെളുത്തിട്ട് വെച്ചിട്ടുണ്ട് അവിടെ, അരി ഉഴുന്നു, അത് കഴുകി അരച്ചിട്ട് വന്നാൽ മതി ഇങ്ങോട്ടേക്ക്. ജോലി കഴിഞ്ഞൊന്ന് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഒന്ന് ഇരിക്കീന്ന് പറയാൻ പോലും ഇവിടെ ആള്. നീ ഒരു കാര്യം ചെയ്, 2 ദിവസം ലീവ് എടുക്ക്. വീടൊക്കെ മാറാലും പിടിച്ച് കിടക്കുന്നു, അവര് വരാനായി. ഇതൊക്കെ ഒന്ന് തട്ടിയടിച്ച് വൃത്തിയാക്ക്. ലീവ് എടുക്കാനോ? ആരമ്മേ വരാൻ നിൽക്കുന്നേ? നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അല്ലേ? അത് വെക്കേഷനൊക്കെ അല്ലേ, ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമയമാകുമ്പോൾ നിന്റെ അടുത്ത് പറയാം. നീ ആദ്യം ഒരു കാര്യം ചെയ്യ്, ലീവ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്ക്. എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് കഴിയില്ല. അയ്യോ അമ്മേ, അങ്ങനെ ഞാൻ പോയി ചോദിക്കുമ്പോഴത്തേക്കും ലീവ് ഒന്നും കിട്ടില്ല. കഴിഞ്ഞ മാസം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ട്, അപ്പൊ അവർക്കൊക്കെ ഈ മാസം ലീവ് കിട്ടും. ഞാൻ പെട്ടെന്ന് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എന്നോട് ദേഷ്യം പിടിക്കുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അതെന്താ? അവന് കുട്ടിയും കുടുംബം ഒന്നും ഇല്ലയോ? നീ അങ്ങോട്ട് പറയും, ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി തീരുമാനിച്ചൊരു പരിപാടിയാണ്, ലീവ് കിട്ടിയേ പറ്റൂ എന്നുള്ളത്. അങ്ങോട്ട് പോകുമ്പോ നീ ഇല്ലെങ്കിലും പൊയ്ക്കോട്ടെ, നീ ഇതൊക്കെ ചെയ്യാൻ എന്തായാലും 2 ദിവസം ലീവ് എടുത്തേ പറ്റും. ജോലി അതിന്റെ പേരൊക്കെ പുകളി പൊയ്ക്കോട്ടെ. അവൻ വിളിച്ചോ? ഇല്ലമ്മേ, വൈകുന്നേരം വിളിക്കും. അവൻ വിളിക്കും പറയും. അധികം ദൂരമൊന്നും ഇല്ലല്ലോ, തൃശ്ശൂരല്ലേ. 2 ദിവസം ലീവ് എടുത്ത് വരട്ടെ. അച്ഛൻ കുറച്ച് പെയിന്റ് എന്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, പണിക്കാരന് വിടാനൊന്നും ഇപ്പൊ ആകില്ല. അവൻ വന്നിട്ടേ മതിലൊക്കെ ചുറ്റും പെയിന്റ് അടിക്കണം. ആൾക്കാർ നമുക്കൊരു നാണക്കേടില്ലാണ്ട് കഴിഞ്ഞില്ലേ. അമ്മേ, ഏട്ടനൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. എന്തിനാ മോളെ? അത് എനിക്ക് എങ്ങനെ അറിയാനാ അമ്മേ? അമ്മേന്റെ മോനല്ലേ, ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പൊ തന്നെ വിളിക്കണം കേട്ടോ. എന്തിനാണ് രാവിലെ തന്നെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എന്താ മോനെ? അയ്യോ, ഇതിപ്പോ മോള് തീരുമാനിച്ച ഡേറ്റ് അല്ലേ. നീ ഒരു കാര്യം ചെയ്യുന്ന, അവിടെ നിന്ന് അങ്ങോട്ട് അധികം വന്നാ മതി. പൈസയോ? പൈസ ഇപ്പൊ ഒന്നും വേണമെന്നില്ല. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും അയച്ചു തന്നാ മതി.
അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് വാങ്ങിക്കാം. ആ ഓ ശരി എന്നാ, ശരി ശരി. ഇതങ്ങ് എടുക്കുക, അധികം പഴുത്തിട്ടില്ലല്ലേ, പോകുമ്പോ കൊണ്ടുപോവുക. അത്ര ആളില്ല, ഓരോന്ന് കഴിച്ചാ പിന്നെ ഭക്ഷണം വേണ്ടവരില്ല. മോളെ, അവൻ വിളിച്ചതേ ലീവ് കിട്ടില്ല പറയാനാ. പിന്നെ അത്രയും വലിയ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യണത്, നമുക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഒന്നാമത് വലിയ കമ്പനി അല്ലേ, തോന്നിയ പോലെ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങള് രണ്ടാളില് ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അതുപോരെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇതിപ്പോ ജോലിന്റെ കാര്യല്ലേ, ജോലി വിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ മോളെ. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉള്ളൂ. നീ അവനെ വിളിച്ചില്ലേ? അവൻ എപ്പോ എത്തും? ഏട്ടനെ ഞാൻ വിളിച്ചു, പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ഭയങ്കര തിരക്കാന്നാ പറഞ്ഞേ, പറ്റിയാൽ അടുത്ത ആഴ്ച എത്തുന്നു. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? നീ ഒന്നും പറഞ്ഞില്ല? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാ ഡേറ്റ് ഒന്നും അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ അമ്മ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കായിട്ട്. അയ്യോ, ഇതെന്തിനാ ഇപ്പൊ ഡേറ്റും കാത്തു നിൽക്കുന്നു? വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ പോരെ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ വിളിക്ക വേണമെങ്കിൽ. പിന്നെ നീ എന്തെങ്കിലും ഉടുത്തൊരുക്കി നിൽക്കുന്നു, എന്തെല്ലാം പണിയെടുക്കുന്നു, പോയി ചെയ്യേ. ഞാനിപ്പോ പോവാൻ നിൽക്കുക അമ്മേ. ഇന്ന് എനിക്ക് 3 മണിക്ക് ഇറങ്ങാൻ പറ്റൂ. ലീവ് ചോദിച്ചോ മാനേജർ പറഞ്ഞു കുറച്ച് നേരത്തെ പോയിക്കോ, അല്ലാണ്ട് ലീവൊന്നും തരാൻ പറ്റില്ല എന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കട്ടെ. 3 മണി ശേഷം അവിടെ നീ വന്നിട്ട് ഇപ്പൊ എപ്പ ആവാനാ? രാത്രിയാണ് തട്ടിയടിക്കുന്നത്? അതൊക്കെ രാവിലെ ചെയ്യേണ്ട പണിയല്ലേ? ഇന്നിപ്പോ ശ്രുതി ഉണ്ടല്ലോ അമ്മേ, ഇപ്പൊ പറ്റുന്നത് അവള് ചെയ്തോട്ടെ, ബാക്കി ഞാൻ വന്നിട്ട് ചെയ്തോളാം. ഓ, അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ അവളിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാ. ശ്രുതി മോളെ, ശ്രുതി മോളെ, ഈ വീട് മുഴുവനും തട്ടിയടിച്ച് വൃത്തിയാക്കോ നീ? ഒരു സെക്കൻഡേ. ഇവിടെ മുഴുവൻ തട്ടിയടിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. അമ്മ വേറെ ആളെ നിർത്തുന്ന പണിക്ക്. ആ, അത് മതി. അമ്മയ്ക്ക് ഇത് കേട്ടാ മതി. മോള് ചെയ്യൊന്നും വേണ്ട, വെറുതെ പറഞ്ഞതാ. ഇവിടെ ചിലരൊക്കെ നാവ് പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ആമേ കേട്ടല്ലോ? അവളെ ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വരികയല്ല, എപ്പോഴെങ്കിലും ഒക്കെ വരുന്നത് എന്നെ കാണാൻ വേണ്ടിട്ടാ. അതും കൂടി നീ വരാണ്ടാക്കണ്ട. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ജോലി പോകുന്ന കേസാ അത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, അവളിവിടെ ഉണ്ടല്ലോ, പിന്നെ എന്റെ ജോലിയും കളഞ്ഞാൽ നിൽക്കേണ്ട കാര്യം എന്താന്ന്. അല്ലെങ്കിലും ശ്രുതിയെ പോലെ തന്നെയല്ലേ ഞാനും അമ്മേന്റെ മരുമോളല്ലേ. അവളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ കുറച്ചെങ്കിലും എന്നോടും കാണിച്ചൂടെ? അവളെ പോലെ അല്ല നീ. അവളെ നല്ല സ്മാർട്ടാ. നിന്റെ ജോലി അങ്ങ് പോയങ്ങ് പോയിക്കോട്ടെ. നീ എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. പിന്നെ അവനോട് കുറച്ച് പൈസ അയച്ചു തരാൻ എനിക്ക് വിളിക്കണം ഇപ്പൊ. എന്താ ചെയ്യ? അല്ല, ഇവിടുന്ന് എല്ലാരും കൂടി പോവാൻ തീരുമാനിച്ച കാര്യം അറിയില്ല. അല്ല, പറഞ്ഞതാണ്, പക്ഷെ എത്രാം തീയതിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കുമ്പോ പറയാന്ന് എന്നോട് പറഞ്ഞേ. തീരുമാനിച്ചിട്ടില്ലെന്നോ? ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. ഞാനല്ലേ പറഞ്ഞത് അടുത്ത മാസം 10-ാം തീയതി നടത്താന്ന്. അത് ശരി, അപ്പൊ നിങ്ങളോട് അറിയിച്ചിട്ടില്ല? ഞാൻ വിചാരിച്ച അമ്മ പറഞ്ഞിട്ടുണ്ടാവുന്നു. അല്ല, മൂപ്പർക്ക് അറിയോ? ഇല്ല, ഏട്ടന് ഈ കാര്യത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ വിളിക്കുമ്പോഴേട്ടൻ ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പിന്നെ അമ്മ വിളിക്കുന്നതും കാത്തിരിക്കുക. അതെന്താ അമ്മ അങ്ങനെ ചെയ്തേ? നിങ്ങളെ രണ്ടാളെ മാത്രമേ അറിയാനേ ബാക്കിയുള്ളൂ. റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയ്ക്കിനി എന്നോട് എന്തെങ്കിലും ദേഷ്യം കാണോ? അതുകൊണ്ടായിരിക്കോ ഞങ്ങളോട് രണ്ടാളോടൊന്നും പറയാതിരുന്നത്? ഞാനും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഇതുവരെ ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. അമ്മനെ വിഷമിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടുമില്ല. പിന്നെ ഏട്ടന്റെ കാര്യം അറിയാലോ, അമ്മ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയല്ലേ നോക്കുന്നത്. നിങ്ങളിവിടെ ഇല്ലല്ലോ. അമ്മേനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണാവോ അച്ഛനും അമ്മയ്ക്കും പറ്റി? നമ്മൾ എവിടെയാണെങ്കിലും നിൽക്കേണ്ട പോലെ നിൽക്കാൻ പഠിക്കണം. സംസാരിക്കേണ്ട കാര്യങ്ങൾ വായ തുറന്ന് പറയണം. പറ്റാണെ പറ്റെന്ന് പറയാം, പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയാം. എന്നാലും ഒരു വിലയൊക്കെ കിട്ടൂ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്നെ അമ്മ എന്താ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാ. പിന്നെ കുറെ ഏട്ടനും പറഞ്ഞു തന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു വിലയും നിലനിൽക്കേണ്ടത്.
പിന്നെ നിങ്ങളുടെ വില നിങ്ങൾ എന്നെ കളഞ്ഞു പിടിക്കാൻ നിന്നാല് അമ്മേനെ കൊണ്ടും കാര്യമൊന്നുമില്ല. അമ്മ എന്ത് വിചാരിക്കും വിചാരിച്ചിട്ടേ പേടിച്ചെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് 5 പൈസന്റെ വില ഉണ്ടാവില്ല. പിന്നെ ഏട്ടനും ആള് പാവാണല്ലോ, എന്ത് പറഞ്ഞാലും അതുപോലെ അങ്ങോട്ട് അനുസരിക്കും. ആദ്യം നിങ്ങളുടെ വില നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ അമ്മ തനിയെ മനസ്സിലായിക്കോളും. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും. മോളെ വെള്ളിയപ്പം ചായയും വന്ന് കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും കേട്ടോ. ഞാൻ വരാം, അമ്മ എടുത്തു വെച്ചോ. കണ്ടോ, നീ എന്താക്കുക അവിടെ? അകത്തിലെ പണിയൊക്കെ ഞാൻ ചെയ്യാ, നീ പോയി പുറം പണി ചെയ്യ്. അതമ്മേ വരുന്നു. എനിക്ക് മാറാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാ? നീ എന്താ വരുന്നില്ലേ?